ഹേയ് ഗായ്സ്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഡെസ്കിലുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സമയം കൈവച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്, മൗസ്. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലോജിടെക്കിൻ്റെ MX Anywhere 3S എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുഞ്ഞൻ മൗസാണ്. ഓക്കെ, ഇത് വളരെ അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറ്റ് എ ടൈം 3 ഡിവൈസ് പെയർ ചെയ്യാം. ഇതിനകത്തൊരു സ്വിച്ച് വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1 2 3 എന്നുള്ള രീതിയിൽ ഡിവൈസസ് സ്വിച്ച് ആവും. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓരോ ബട്ടൺസും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ എൻ്റെ കസ്റ്റമൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒബ്വിയസ്ലി ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺസ്, പിന്നെ നമ്മുടെ വെർട്ടിക്കൽ സ്ക്രോളിങ്. അപ്പോൾ ഇതിനകത്ത് കസ്റ്റമൈസേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ബട്ടണിലാണ് മെയിനായിട്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് സ്ക്രീൻഷോട്ട് ബട്ടണായിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ലൈൻ വരും. സ്നിപ്പിംഗ് ടൂളൊക്കെ വർക്ക് ചെയ്യില്ല വിൻഡോസിൽ. സ്നിപ്പിംഗ് ടൂൾ ഞാൻ യൂസ് ചെയ്യുന്ന മാക്കാണ്. അപ്പോൾ അതിനകത്ത് ആ സ്ക്രീൻഷോട്ടിൻ്റെ സ്ക്രീൻ ക്യാപ്ചറിൻ്റെ ആ ഒരു ഷോർട്ട് കട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് സ്ക്രീൻ ക്യാപ്ചർ ചെയ്തിട്ട് ക്ലിപ്പ് ബോർഡിൽ നിന്ന് അത് ഇപ്പോൾ വാട്സാപ്പിലൊക്കെ അയച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് ആമസോണിലൊരു സെയിൽ ഉണ്ടായിരുന്നു, ആ ടൈമിൽ വാങ്ങിച്ചത്. എനിക്ക് നിയർലി ഒരു 5K നിയർലി കിട്ടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസിങ് 6.5 അങ്ങനെ എന്തോ ആണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്കും പ്രൈസും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.